സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. റിസ്വാൻ ഹുസൈൻ വിവരങ്ങൾ നൽകും. റിസ്വാൻ, ഇപ്പോൾ കരട് പട്ടികയാണ്, അധികം വൈകാതെ തന്നെ അന്തിമ വോട്ടർ പട്ടികയും പുറത്തുവിടും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ. ദിവ്യ, സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതായത് അംഗങ്ങൾ രാജിവെച്ചതോ അല്ലെങ്കിൽ മരണപ്പെട്ടതോ അല്ലെങ്കിൽ അയോഗ്യരാക്കപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് ഈ 38 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായും ഇന്നാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഏകദേശം 3,06,947 വോട്ടർമാരാണ് ഈ 38 വാർഡുകളിലായിട്ടുള്ളത്. ഇതിൽ 1,57,616 സ്ത്രീ വോട്ടർമാരും അതുപോലെ തന്നെ 1,49,327 പുരുഷ വോട്ടർമാരുമാണ് ഉള്ളത്. ഇതിൽ ഓഗസ്റ്റ് 5 വരെ ഇതിൽ പുതിയ പേരുകൾ ചേർക്കാനുള്ള ഒരു അവസരമുണ്ട്. ഈ 2026 ജനുവരിയിൽ 18 വയസ്സ് തികഞ്ഞവരോ അല്ലെങ്കിൽ അതിനു മുൻപ് 18 വയസ്സ് തികഞ്ഞവരോ ആയിരിക്കണം. അവർക്കാണ് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം. ഓഗസ്റ്റ് 5 വരെയാണ് ഈ അവസരം ഉണ്ടാവുക. ഓഗസ്റ്റ് 19 അന്തിമ പട്ടിക വരിക. ഇതിന് ശേഷമായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപനവും എല്ലാം നടക്കുക. വോട്ടെടുപ്പും വോട്ടെണ്ണലും അതിൻ്റെ പ്രഖ്യാപന തീയതികളടക്കം ഈ ഓഗസ്റ്റ് 19 അന്തിമ കരട് പട്ടിക വന്നതിന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. ശരി.